2009 ബറോഡയിലെ ഒരു വലിയ ഹോട്ടലിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി, ഒരു ലോകപൗരന്റെ തലത്തിലേക്ക് വളർന്ന ഒരു മഹാപുരുഷൻ APJ അബ്ദുൽ കലാം സാറ് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സമയം അദ്ദേഹത്തിന് വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ ഡോക്ടർ ശൈലേഷ് മേത്തയുടെയാണ്. അദ്ദേഹത്തിന് 69 വയസ്സുണ്ട്. ഭാരതത്തിൽ അറിയപ്പെടുന്ന കാർഡിയാക് സർജൻ. ഒരു ദിവസം കുറഞ്ഞത് 10ഓളം ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നയാൾ. മനുഷ്യരക്തം തന്റെ കൈകളിൽ പുരളാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ കുറഞ്ഞത് 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. അദ്ദേഹമാണ് സാറിനെ വിളിച്ചത്. എനിക്കൊരു 10 മിനിറ്റ് വേണം, ഞാൻ വലിയ പ്രശ്നത്തിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു ഇമോഷണൽ അല്ല ശൈലേഷ് മേത്ത, അങ്ങ് വന്നോളൂ, അങ്ങക്ക് എന്താ പ്രശ്നം, നേരിട്ട് പറയണം. അങ്ങനെ ഹോട്ടലിൽ അദ്ദേഹം എത്തുന്നു. ഇവര് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, 2008 ഡിസംബർ 25-ാം തീയതിയാണോ 26-ാം തീയതിയാണോ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ യങ് പേരൻസ് വരുന്നു, ചെറുപ്പക്കാരായ മാതാപിതാക്കൾ. അവരുടെ കൂടെ ഒരു 5 വയസ്സായ മിടുക്കിയായ ഒരു പെൺകുട്ടിയുണ്ട്. ശൈലേഷ് മേത്ത സാറിന്റെ യങ് ടീം പരിശോധിച്ചതിന് ശേഷമേ അദ്ദേഹം രോഗി നോക്കുകയുള്ളൂ. ഈ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ്. ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടു, അവർ പരിശോധിച്ചു. അവരോടൊന്നും തന്നെ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, സാറിനെ കണ്ടിട്ട് കാര്യമില്ല. ഈ ചെറുപ്പക്കാരി അമ്മ പൊട്ടിക്കരഞ്ഞു. എവിടെ ചെന്നാലും ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കാണാൻ, എന്റെ കുഞ്ഞിന്റെ ഈ കേൾഷീറ്റ് ഒന്ന് കാണിക്കാനെങ്കിലും അവസരം തരൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മിടുക്കിയ കുട്ടി അതിലൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടർ ശൈലേഷ് മേത്ത അറിഞ്ഞു. അദ്ദേഹം അവരെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്നു. ഇവർ കൊടുന്ന കേൾഷീറ്റ് തുറന്നു നോക്കി. ആദ്യത്തെ 2 പേജ് നോക്കി കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു, സോറി, എനിക്ക് സങ്കടമുണ്ട്, എനിക്കൊന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ളത് ഈ നിമിഷം തന്നെ ഈ കുട്ടിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം. അങ്ങനെ ചെയ്താൽ 70% ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല, 30% പ്രതീക്ഷയുള്ളൂ. ഈ കുട്ടി സർജിക്കൽ ടേബിളിൽ നിന്നും ജീവനോടെ കൊണ്ടുവരാൻ സാധ്യമല്ല. സർജറി ചെയ്തില്ല എങ്കിൽ 3 മാസത്തിനകം കുട്ടി മരിക്കും. നിങ്ങൾ ആലോചിക്കൂ, എന്ത് ചെയ്യണം? പൊക്കോളെന്നാണ് അദ്ദേഹം കരുതിയത്. ഈ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ആലോചിച്ചിട്ട് പറഞ്ഞു, സർ, അങ്ങ് സർജറി ചെയ്യണം. സാറാകെ ഞെട്ടിപ്പോയി. എങ്ങനെയാ? എനിക്കൊരു ഉറപ്പുമില്ല, അങ്ങ് കൈവിടരുത്. അങ്ങനെ ഈ അമ്മയുടെയും അച്ഛന്റെയും കണ്ണീര് കണ്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു. ഒരാഴ്ച മുമ്പ് എന്റെ പ്രിപ്പറേഷൻ വേണ്ടി കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. വൈകുന്നേരം റൗണ്ട്സിന് ചെല്ലുമ്പോൾ ഈ അമ്മ, ചെറുപ്പക്കാരിയായ അമ്മ, തന്റെ മോളോട് പ്രാർത്ഥിപ്പിക്കുന്നതും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഈശ്വര കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നതും ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ദിവസമായി. തിയേറ്ററിൽ കുട്ടി കൊണ്ടുവന്നു, പച്ച ഉടുപ്പൊക്കെ ഇടിപ്പിച്ചു, ഇവിടെ സർജിക്കൽ ടേബിളിൽ കിടത്തി. ഈ സമയം കുട്ടിയോട് സാറ് ചോദിച്ചു, കുട്ടിയെ കാണുമ്പോൾ സാറിന് വിഷമമുണ്ട്, നമുക്ക് എന്തെങ്കിലും അങ്കിളിനോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു. എന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആണോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, അത് നീ പേടിക്കണ്ട, വേദനയൊന്നും അറിയില്ല, നീ പേടിക്കേ വേണ്ട. കുട്ടി പറഞ്ഞു, സാർ, എനിക്ക് പേടിയില്ല, എനിക്കൊരു സംശയമാണുള്ളത്. ഇത് ഓപ്പൺ, എന്റെ ഹൃദയം മുഴുവനായിട്ട് തുറക്കുമോ? ഡോക്ടർ വീണ്ടും പറഞ്ഞു, നീ പേടിക്കല്ലേ, ഞങ്ങൾ ചെറിയൊരു കുത്തിവയ്പ് തരും, നീ ഉറങ്ങിപ്പോവും, കുറച്ചു നേരം നീ കണ്ണു തുറക്കും, എല്ലാം ശരിയാവും. അങ്കിൾ, എനിക്ക് പേടിയില്ല, എനിക്കൊരു സംശയമാണുള്ളത്. ഡോക്ടർക്കൊന്നും പറയാനില്ല. ശരി, നിന്റെ സംശയം ചോദിച്ചോളൂ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ വസിക്കുന്നത് ഹൃദയത്തിന്റെ അകത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ കണ്ണടച്ചു നോക്കിയാൽ കാണുന്ന മുഴുവൻ ഇരുട്ടാണ്. അങ്ങ് എന്റെ ഹൃദയം തുറക്കാൻ പോവുകയാണ്. അങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ഈശ്വരനെ എന്റെ അന്വേഷണം അറിയിക്കണം. 1. 2, ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അങ്ങ് ശ്രദ്ധിച്ചു നോക്കി എനിക്ക് പറഞ്ഞു തരണം. ഡോക്ടറെ കണ്ണു നിറഞ്ഞു, കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു, അവൾ ഉറക്കത്തിലേക്ക് പോയി, ബോധം കിട്ടു, സർജറി ആരംഭിച്ചു. ആദ്യത്തെ 45 മിനിറ്റ് കഴിഞ്ഞു. ഈ കുട്ടിയുടെ ആ കുഞ്ഞു ഹൃദയത്തിൽ ഒരു തുള്ളി രക്തം പോലും വരുന്നില്ല. കുട്ടിയുടെ ശരീരത്തെ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം കുട്ടി സിങ്കിങ് ആണെന്ന് കാണിച്ചു തുടങ്ങി. ഡോക്ടറെ കണ്ണു നിറഞ്ഞൊഴുകി. നേഴ്സ് കണ്ണട മാറ്റി കണ്ണക്കുപ്പി കൊടുത്തു. ജൂനിയർ ഡോക്ടറോട് പറഞ്ഞു, ഇനിയൊന്നും നമുക്ക് ചെയ്യാനില്ല, ഞാൻ തോറ്റു, തുന്നിക്കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാം സിങ്കിങ് ആണ്. ഈ സമയം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കുട്ടിയുടെ വാക്ക് കേൾക്കുകയാണ്, അങ്കിൾ ഇത് തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈശ്വരനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് പറയണേ. ഈ നിമിഷം സർജറി ടേബിളിന്റെ താഴെ കൈ ഇങ്ങനെ താഴെ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം മനസ്സാ പറയാണ്, ഈശ്വര അങ്ങുണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല, പക്ഷെ അങ്ങുണ്ട് എന്ന് ഈ കുഞ്ഞും അവളുടെ അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ തോറ്റുപോയി. അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യാം, ഞങ്ങൾ തുന്നിക്കെട്ടാൻ പോവുകയാണ്. ഇത് പറഞ്ഞു തീരിലും ആ ചെറുപ്പക്കാരനായ ഡോക്ടർ സർ, ബ്ലഡ് ഈസ് കമ്മിങ്. ആദ്യത്തെ ഒരു തുള്ളി രക്തം അവളുടെ വാൽവ് തുറന്ന് ഹൃദയത്തിന്റെ അകത്തേക്ക് വീണു. സർജറി ടേബിൾ ആക്റ്റീവായി. നീണ്ടുനിന്ന 4.5 മണിക്കൂർ സർജറി. എല്ലാം ശരിയായി. കണ്ണുനീര് തുടച്ച് ഈ കഥ പറഞ്ഞിട്ട് ഡോക്ടർ ശൈലേഷ് മെത്ത പറഞ്ഞു, സർ ഞാൻ ഇന്ന് അവളെ കാണാൻ പോവുകയാണ്. അതിനുശേഷം യാത്രയായിരുന്നു. ഇന്ന് ഞാൻ അവളെ കാണും. ഇനി കുറഞ്ഞൊരു 60 വയസ്സ് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ കുഞ്ഞു ജീവിക്കും. അവൾക്ക് കുടുംബജീവിതം നയിക്കാം. പക്ഷെ എന്റെ പ്രോബ്ലം അതല്ല. അങ്ങേക്ക് എന്താണ് ഇനി പ്രോബ്ലം ഉള്ളത്? അബ്ദുൽ കലാം സാർ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഞാൻ ഇന്ന് അവളെ കാണുമ്പോൾ ആ കുഞ്ഞെന്നോട് ചോദിക്കും, അങ്കിൾ ഈശ്വരനെ കണ്ടുവോ? ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ എന്ത് ഉത്തരമാണ് ആ കുട്ടിയോട് പറയേണ്ടത്? പുഞ്ചിരിച്ചുകൊണ്ട് ഈറനണിഞ്ഞ കണ്ണുകളോടെ ആ അബ്ദുൽ കലാം എന്ന മഹാപുരുഷൻ പറഞ്ഞു, അങ്ങ് ആ മോളോട് പറയണം, മക്കളെ നിന്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി ഈശ്വരൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഈശ്വരനെ കാണാനാവില്ല, അനുഭവിക്കാനാകും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദുൽ കലാം സാർ അന്ന് തന്റെ മുള്ളിലിരുന്ന ഇതുപോലെ ഇരിക്കുന്ന യങ് മദേഴ്സിനോടും യങ് ഫാദേഴ്സിനോടും പറഞ്ഞു, എന്നോടൊന്ന് ഡോക്ടർ ശൈലേഷ് മെത്ത ഒരു കാര്യം പറഞ്ഞു, ഐ ആം നൗ 69 years old. ഞാനിപ്പോൾ 69 വയസ്സായ ഒരാളാണ്. ഞാൻ ഇന്നൊരു കൾച്ചറുള്ള ആളാണ്. എന്നെ ആ കൾച്ചർ ഉണ്ടാക്കിയത് ആ 5 വയസ്സായ പെൺകുട്ടിയാണ്. ഈ കാര്യം പറഞ്ഞിട്ട് തന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളായ മാതാപിതാക്കളോട് അബ്ദുൽ കലാം സാർ എന്ന് പറഞ്ഞു, ആ 69 വയസ്സായ പ്രശസ്തനായ ഡോക്ടർ ശൈലേഷ് മെത്തയെ ഒരു കൾച്ചേർഡ് മാൻ ആക്കിയത് 5 വയസ്സായ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിയെ അങ്ങനെ എത്തിച്ചത് അവളുടെ അമ്മയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതിമഹത്തായ സംസ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കാനും വളർത്താനും പടർത്താനും സാധിക്കും. അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത് ചെയ്തില്ല എങ്കിൽ, ഭീഷണി സ്വരമല്ല, കുറച്ച് പ്രായമായ അനുഭവത്തിൽ നിന്ന് പറയാണ്, കാലം നമ്മളോട് ചോദിക്കും, നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു, ആ കുഞ്ഞിന് നീ എങ്ങനെയാണ് സമൂഹത്തിന് തിരിച്ചു കൊടുത്തത്